എനിക്ക് തോന്നുന്നു ഒരു 7 വർഷത്തോളം എൻ്റെ എല്ലാ ജീവനക്കാരും ഭൂരിഭാഗം ആളുകളും മലയാളികളായിരുന്നു. അപ്പം നമ്മുടെ സ്കില്ല് ഭയങ്കര കൂടുതലാണ്. നോർമലി ഒരു എന്താ പറയുക, കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് തീർച്ചയായിട്ടും അങ്ങനെ പറയാം. പക്ഷേ ഇപ്പോഴൊക്കെ കുറേ അതർ സ്റ്റേറ്റിലെ ആൾക്കാർ നമ്മൾ ക്വാളിറ്റി ഒക്കെ പഠിച്ച് ട്രെയിനിങ്, മലയാളിക്ക് ഒരു ട്രെയിനിങ്, സ്പെഷ്യൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. നോർമലി ഒരു വൃത്തി, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡക്റ്റ് ഏറ്റവും വൃത്തിയായിരിക്കണം. അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലായാലും, തുണി കൈകാര്യം ചെയ്താലും, അതുപോലെ എന്താ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണല്ലോ, അത് കൈ കൊണ്ട് ടച്ച് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണല്ലോ എനിക്കൊരു പെർഫെക്റ്റ് ആയിരിക്കണം, വൃത്തിയായിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ കുഞ്ഞ് ഫാക്ടറി ആയിരിക്കുന്ന മുതൽ വലിയ ഫാക്ടറി വലുതായപ്പോൾ മുതൽ ഞാൻ ആ ഒരു വൃത്തി, കൈ എപ്പോഴും വാഷ് ചെയ്തിട്ട് ഫാബ്രിക്കിൽ ടച്ച് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും നിർത്തി പോകുമായിരുന്നു. ഞാൻ പറഞ്ഞു മലയാളികളെ വെച്ച് തുടങ്ങിയുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചൊരു വൃത്തിയും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകൾ ടീം എൻ്റെ കൂടെ വന്നപ്പോഴാണ് എൻ്റെ പാഷനുമായിട്ട് ഇത് മാച്ച് ആകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ബിസിനസ് സക്സസ് ആയിട്ട് പോലും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ട സാധനം ഞാൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം അതാണ്.